നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കുട്ടനാട്ടിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണവും മൂലം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നാണ് നെല്ലെടുക്കുന്നത്. ഓയിൽ പാം ഇന്ത്യ മുഖേനയാണ് നെല്ല് സംഭരിക്കുന്നത്. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. കളിക്കാം കരുത്ത് നേടാം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ യാത്രയിൽ കായിക മന്ത്രി അബ്ദുറഹ്മാനും പങ്കെടുത്തു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാരെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അന്തിമ തീരുമാനത്തിനായി അടുത്തയാഴ്ച വരെ കാത്തിരിക്കാമെന്നും അബ്ദുറഹ്മാൻ. ആലപ്പുഴ എടത്വ തലവടിയിൽ PG രഘു മരിച്ചത് കോളറ മൂലമല്ലെന്ന് സ്ഥിരീകരണം. മരിച്ചതിന് ശേഷമാണ് മലം പരിശോധനാ ഫലം പുറത്തുവന്നത്. രക്തപരിശോധനയിൽ കോളറയാണെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് ആദരമർപ്പിച്ച് ആലപ്പുഴയിൽ BJPയുടെ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര. നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചത്. ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് തുടരുന്നു. ചേർത്തലയിലെ 7.5 കോടിയുടെ സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യ ടാങ്കർ എത്തുന്നില്ല. അധികൃതർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണവും മൂലം പ്രതിസന്ധിയിലായ പാടശേഖരങ്ങളിൽ നിന്ന് ഓയിൽ പാം ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമായത്. സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷിവകുപ്പിന്റെ നെല്ലെടുപ്പ് ശനിയാഴ്ച തുടങ്ങി. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്നു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരിക്കുന്നതിനാണ് സർക്കാർ അനുമതിയായിട്ടുള്ളത്. ഇപ്രകാരം നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെൽവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകുന്നതാണ്. ആദ്യഘട്ടമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കാട്ടുകോണം, ഒട്ടപ്പായിത്ര, കോലടിക്കാട്, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ കന്നേട്ട C ബ്ലോക്ക് പാടങ്ങളിൽ നിന്നുള്ള നെല്ലാണ് ഓയിൽ പാം ഇന്ത്യ ശനിയാഴ്ച മുതൽ സംഭരിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുക. ഇതിലേക്കായി 3 കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഓരോ തവണയും മില്ലുകാരൻ്റെ പുറകെ പോയി നിന്നിട്ട് നമ്മൾ പോയി നിൽക്കുകയാണ് ഇതെല്ലാം ഉത്പാദിപ്പിച്ചിട്ട്. അതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമാണ്. കുട്ടനാട്ടിൽ ഇപ്പോൾ സെൻറ്ററിൽ നമ്മോട് പറഞ്ഞൊക്കെ ചില ഇതിൻ്റെ പേരിലെല്ലാം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോവാണ് അവർ. ഈ പാടി പ്രൊക്യൂർമെൻറ്റ് സെൻ്ററൊക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നതെല്ലാം. അപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് ചെയ്യേണ്ടി വരും. ഒരു കർശനമായ നിയന്ത്രണത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 390 ടൺ നെല്ലാണ് നമുക്കിനി സംഭരിക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ ആലപ്പുഴയിലും ഒരു പാടശേഖരത്തിൽ ഇതുപോലെ സംഭരിക്കാൻ പറ്റാതെ ഉപ്പുവെള്ളം കാരണം മോശമായ നെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി 450 ടണ്ണോളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നെല്ല് നേരിട്ട് ശേഖരിക്കുന്നു. കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രൂപത്തിൽ നെല്ല് ശേഖരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണിപ്പോൾ. ടൈം ന്യൂസ് ആലപ്പുഴ. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. കളിക്കാം കരുത്ത് നേടാം എന്ന സന്ദേശമുയർത്തിയാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കായിക മന്ത്രി അബ്ദുറഹ്മാൻ പങ്കെടുത്തു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ കേരളത്തിലെ ജനതയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലും നടക്കുന്ന പരിപാടി ജില്ലയിൽ ശനിയാഴ്ച നടന്നു. ലഹരിവിരുദ്ധ കായികക്ഷമത ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാവിലെ EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോണിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരിക്കെതിരായുള്ള പോരാട്ടമാണ് കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ്, കായിക വകുപ്പ്, പോലീസ്, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രാവിലെ EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ HLM MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വാക്കത്തോൺ YMCAയിൽ അവസാനിച്ചു. MLAമാരായ PP ചിത്തരഞ്ജൻ, തോമസ് K തോമസ്, MS അരുൺകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PJ ജോസഫ് തുടങ്ങിയവരും വാക്കത്തോണിന് നേതൃത്വം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, റോളർ സ്കേറ്റിംഗ്, കരാട്ടെ, കളരിപ്പയറ്റ് കായിക താരങ്ങൾ, ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള അസോസിയേഷനിലെ കുട്ടികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരും വാക്കത്തോണിൽ പങ്കാളികളായി.
ടൈം ന്യൂസ് ആലപ്പുഴ. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരെന്ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതിനായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാമെന്നും അബ്ദുറഹ്മാൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് കായിക വകുപ്പാണ് അർജന്റീനയുമായി ചർച്ച നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇത്രയും വലിയൊരു പണം മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നു. ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം ഗവൺമെന്റ്. 2 കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. അതിൽ ആദ്യത്തെ അവർ റിസർവ് ബാങ്കിന്റെ എലിജിബിലിറ്റി അവർക്കുണ്ടായിരുന്നു. രണ്ടാമതായി വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്നുള്ള ഇതിൽ ചർച്ചയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ റിസർവ് ബാങ്കിന്റെ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാരെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അന്തിമ തീരുമാനത്തിനായി അടുത്തയാഴ്ച വരെ കാത്തിരിക്കുമെന്നും അബ്ദുറഹ്മാൻ ആലപ്പുഴയിൽ പറഞ്ഞു. ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീം കേരളത്തിൽ വരില്ലെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കായിക മന്ത്രി. വലിയ സാമ്പത്തിക ചെലവുള്ളതുകൊണ്ടാണ് സ്പോൺസർമാരെ തേടിയത്. ഇതിനായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അടുത്തയാഴ്ച വരെ കാത്തിരിക്കാമെന്നും കായിക മന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ എടത്വ തലവടിയിൽ PG രഘു മരിച്ചത് കോളറ ബാധിച്ചല്ലെന്ന് സ്ഥിരീകരണം. മലം പരിശോധനയിൽ കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. ആദ്യ രക്തപരിശോധനയിൽ കോളറയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എടത്വ തലവടിയിൽ കോളറ സംശയത്തോടെ ചികിത്സയിൽ കഴിഞ്ഞയാൾ മരിച്ചതിനാൽ കുട്ടനാട്ടിൽ ജാഗ്രത തുടരാൻ ആരോഗ്യവകുപ്പ്. കുട്ടനാട്ടിലെ മുൻകാല സാഹചര്യങ്ങളും വരുന്ന മഴക്കാലവും കണക്കിലെടുത്ത് ജാഗ്രത തുടരാൻ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ലിവർ സിറോസിസ് അടക്കം മറ്റ് രോഗങ്ങളുള്ളയാളാണ് മരിച്ച PG രഘു. വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ച ശേഷമാണ് കോളറ നെഗറ്റീവായതായുള്ള മലം പരിശോധനാ ഫലം പുറത്തു വന്നത്. രക്തം കൾച്ചർ ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് വിബ്രിയോ കോളറയുടെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത്. അത് സ്ഥിരീകരിക്കുന്നതിനാണ് മലം 2 തവണ പരിശോധിച്ചത്. രണ്ടിലും കോളറ അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കോളറയാണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് ആരോഗ്യവകുപ്പ് 2 ദിവസം മുൻപ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. രഘുവിൻ്റെ കുടുംബാംഗങ്ങളിൽ വിബ്രിയോ കോളറ സാന്നിധ്യമുണ്ടോ എന്നും കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് രോഗം പടരാനുള്ള സാധ്യതയുണ്ടോ എന്നും പരിശോധിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുട്ടനാട്ടിൽ ഇതിനു മുൻപ് പലതവണ കോളറ സ്ഥിരീകരിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ശുദ്ധജലം കിട്ടാത്തതിനാൽ പാചകം ചെയ്യാൻ വരെ ആളുകൾ ആറ്റിലെയും കായലിലെയും വെള്ളം ഉപയോഗിച്ചതായിരുന്നു അതിന് പ്രധാന കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. അതേ സാഹചര്യം ഇപ്പോഴും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ബോധവൽക്കരണത്തിന് പുറമെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടിയും ഉറപ്പാക്കണം. ക്ലിനിക്കൽ പരിശോധനയിൽ കോളറ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിലും കുട്ടനാട്ടുകാർ ജാഗ്രത കൈവെടിയരുത്. തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. എപ്പോഴും ശുദ്ധജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കണം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണം. മഴക്കാലത്ത് കൂടുതൽ ജാഗ്രത വേണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് ആദരവ് അർപ്പിച്ച് ആലപ്പുഴയിൽ BJPയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര ഒരുക്കിയത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സേനകൾക്ക് ആദരമർപ്പിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിച്ചും ആലപ്പുഴയിൽ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. വിമുക്ത സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് സീറോ ജംഗ്ഷന് സമീപത്തുള്ള ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെ സമാപിച്ചു. റിട്ടയർഡ് കേണൽ ശശി ഗോപാലൻ സംസാരിച്ചു. BJP നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്, N ഹരി, അരുൺ അനിരുദ്ധൻ, KP പരീഷ്, വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ സ്വാഭിമാൻ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ.
നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പേര് മാറ്റിയാൽ ചരിത്രം മാറില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴയിൽ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പേരുമാറ്റിയാലും മനസ്സിൽ നിന്നും നെഹ്റുവിനെയും ഗാന്ധിയെയും തുടച്ചു നീക്കാനാകില്ല, ചരിത്രം തിരുത്തിയെഴുതാനും കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ പറഞ്ഞു. പ്രവർത്തകർ നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസിലെ ബോർഡിൽ നെഹ്റുവിൻ്റെ ചിത്രമുള്ള ബാനർ പതിപ്പിച്ചു. പേരുമാറ്റുമ്പോൾ ഇതേ പേരുള്ള ബോർഡ് ഇവിടെ സ്ഥാപിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തനാരായണൻ അധ്യക്ഷനായി. ആലപ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ പുതിയാപറമ്പിൽ, മാഹിൻ മുപ്പതിൽച്ചിറ, ഹൻസിൽ ജലീൽ, നായിഫ് നാസർ, ശേഷൻ ഗോപൻ, സൈഫുദ്ദീൻ, ബദറുദ്ദീൻ, പ്രജീഷ, അർജുൻ, ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം മെയ് 20-ന് UDFിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കരിദിനം ആചരിക്കും. ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ അറിയിച്ചു. 4 വർഷം ആഘോഷിക്കുമ്പോൾ ഈ സർക്കാരിന് എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. ഒരു പ്രവർത്തനവും നടത്താതെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രവർത്തനവും നടക്കാതെ പോയ ഒരു സർക്കാരാണ് 4ാം വർഷം ആഘോഷിക്കുന്നത്. ഏത് മേഖലയിലാണ് അവർ പ്രവർത്തനം നടത്തിയത് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. ഏത് പദ്ധതി കേരളത്തിൽ ഒരു വ്യവസായ പദ്ധതി ഈ സർക്കാർ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യവസായ പദ്ധതികൾ കൊണ്ടുവന്നതായിട്ട്, ഏതെങ്കിലും പുതിയൊരു പദ്ധതി കൊണ്ടുവന്നതായിട്ട് പറയാൻ പറ്റും? മത്സ്യമേഖലയിലാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. കടൽമല്ലഖനനവും കരിമണൽ ഖനനവും മൂലം മത്സ്യത്തൊഴിലാളികൾ ആകെ പ്രയാസത്തിൽ ജീവിച്ചിരിക്കുകയാണ്. അതിനൊക്കെയാണ് തീരദേശ ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം, നമ്മുടെ ഹൈവേ, നമുക്കൊരു ഹൈവേ, വലിയ വിപുലമായ ഒരു ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒരു പാരലായിട്ടൊരു ഹൈവേ വരേണ്ട, തീരദേശ ഹൈവേ വരേണ്ട ആവശ്യമുണ്ടോ? മത്സ്യത്തൊഴിലാളികളെ വീണ്ടും ഉപദ്രവിക്കുന്ന, അവരുടെ പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട് അവർക്ക് പാർപ്പിടങ്ങൾ അവർക്ക് വേണ്ട സ്ഥലം വെച്ചാൽ അവരുടെ തൊഴിലിടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ തീരദേശമാണ്. ആ തീരദേശത്ത് വീണ്ടും വീതി കൂട്ടി റോഡുകൾ കൊണ്ടുവന്ന എന്ത് പ്രയോജനം, ആർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി? ആ റോഡ് തന്നെ ഒരു ലിങ്ക് റോഡ് ഈ ഹൈവേയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി സുഗമമായി യാത്രാ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ യാതൊരു തത്വദീക്ഷയില്ലാതെ പ്രവർത്തനം മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. ഒരു ഇതുമില്ല. എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരത്തെ തൊഴിലുറപ്പ് കാര്യത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 100 ദിനങ്ങൾ തൊഴിലുറപ്പ് കൊടുക്കുമായിരുന്നു. കേന്ദ്രം പണം തന്നില്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുമായിരുന്നു. 2 മാസം വെച്ചപ്പോഴത്തേക്ക് അന്ന് എന്തൊരു കോലാഹലം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും നമുക്കറിയാം ആളുകളാകെ പ്രയാസത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ഏത് നികുതിയാണ് വർദ്ധിപ്പിക്കാറുള്ളത്? ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വസ്തുക്കരം കൂട്ടി, പെട്രോൾ നികുതി കൂട്ടി. ഇനി ഒരു മേഖലയിലും കൂട്ടാനില്ല. ആളൊക്കെ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി. ഒരു മേഖലയിലും കൂട്ടാതിരിക്കുന്നില്ല. നമുക്കറിയാം, ഒരു സർക്കാർ വരുമ്പോഴത്തേക്ക് നികുതികൾ താരതമ്യേന കുറേശ്ശെ കൂട്ടാം. ഇത് അതുപോലെയുള്ള വർധനമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊരു വർധനമാണ്! ഇരട്ടിയല്ല 100 ഇരട്ടി വർധന വരുത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണുള്ളത്. അല്ലാതെ നല്ല സ്ലോഗനായിരുന്നു LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ്. ആരെ ശരിയാക്കിയത്? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ശരിയാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ടാണ് UDF ഈ സർക്കാരിൻ്റെ ഈ 4 വർഷം പൂർത്തിയാകുന്ന 20-ാം തീയതി കരിദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ആ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ ജനങ്ങളോടുള്ള ബാധ്യതയുണ്ട്, പ്രതിബദ്ധതയുണ്ട്. ഈ ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ട്. ജനങ്ങൾക്കെതിരായി ഈ സർക്കാരിനെതിരായി ജനങ്ങൾ ചിന്തിക്കുവാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിൻ്റെ 4ാം വാർഷികം കരിദിനമായി ഈ 20-ാം തീയതി കരിദിനമായി ആചരിക്കുകയും ജില്ലയിലെമ്പാടും വ്യാപകമായ പ്രകടനം നടത്തുകയും സമ്മേളനം നടത്തി ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ കൂടി ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികമായ മെയ് 20-ന് ആലപ്പുഴ ജില്ലയിൽ കരിദിനം ആചരിക്കാൻ UDF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴ, അമ്പലപ്പുഴ നിയോജകമണ്ഡലം UDF കമ്മിറ്റികൾ ആലപ്പുഴ നഗരത്തിൽ വൈകിട്ട് കരിങ്കൊടിയേന്തി പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. അരൂർ, ചേർത്തല, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ നിയോജകമണ്ഡലങ്ങളിലും സമാന പ്രതിഷേധം നടക്കും. CPM എങ്ങനെയാണ് ജയിക്കുന്നതെന്ന വ്യക്തമായ സൂചനയാണ് G. സുധാകരൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് പറഞ്ഞു. UDF യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ B. രാജശേഖരൻ,
AM നസീർ, KPCC ജനറൽ സെക്രട്ടറിമാരായ AA ഷുക്കൂർ, MJ ജോബ്, ബാബു വലിയവീടൻ, AN പുരം ശിവകുമാർ, A നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കുന്നത് തുടരുന്നു. ശാസ്ത്രീയമായി കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റ് ചേർത്തലയിൽ സ്ഥാപിച്ചിട്ടും ടാങ്കർ ലോറികൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. ചേർത്തലയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം 50 ലോറി മാലിന്യം തള്ളിയതാണ് റിപ്പോർട്ട്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൂറ്റുവേലി ചാരമംഗലം ബേക്കറി ജംഗ്ഷൻ റോഡരികിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. ഇവിടെ റോഡിലൂടെ നടക്കാൻ പോലും ആവാത്ത വിധത്തിലാണ് മാലിന്യം തള്ളിയത്. 50 ടാങ്കറോളം മാലിന്യം തള്ളിയതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ചേർത്തല ആനതറവെളിയിൽ 7.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ 1 കിലോമീറ്റർ പരിധിയിൽ വരുന്നതാണ് പ്രദേശം. ഒട്ടേറെ കയർ വ്യവസായശാലകളടക്കം പ്രവർത്തിക്കുന്ന സ്ഥലം. ഇതിനൊപ്പം ചാരമംഗലം സ്കൂളിലേക്കുള്ള കുട്ടികളുടെ പ്രധാന വഴിയുമാണിത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ മാലിന്യം നീക്കി വഴി സുഗമമാക്കുക എന്നത് വെല്ലുവിളിയാണ്. തോടുപോലെ നിറഞ്ഞതിനാൽ 4 വൈദ്യുതി തൂണുകളുടെ അടിഭാഗവും മാലിന്യത്താൽ മുങ്ങി. വൈദ്യുതി ജീവനക്കാർക്ക് തൂണിനടുത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതി. ചേർത്തല അമ്പലപ്പുഴ താലൂക്കിൽ നിന്ന് മാത്രം ദിവസേന 40 മുതൽ 60 വരെ ടാങ്കറുകളിലായി 1.5 ലക്ഷത്തിനും മേൽ ലിറ്റർ കക്കൂസ് മാലിന്യം വീടുകളിൽ നിന്നും മറ്റുമായി സംഭരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 15,000 ലിറ്റർ താഴെ മാത്രമാണ് ജില്ലയിലെ ഏക മാലിന്യ സംസ്കരണ പ്ലാന്റായ ചേർത്തലയിൽ സംസ്കരണത്തിന് എത്തുന്നത്. ബാക്കി മാലിന്യം തെരുവിലും ജലാശയങ്ങളിലുമാണ് തള്ളുന്നതെന്നാണ് ആക്ഷേപം. തെരുവുകളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണാനാണ് സംസ്ഥാന സർക്കാർ 7.5 കോടി രൂപ ചെലവിൽ ആധുനിക പ്ലാന്റ് സ്ഥാപിച്ചത്. ചേർത്തല നഗരസഭയ്ക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. 5,000 ലിറ്റർ മാലിന്യം സംസ്കരിക്കുന്നതിന് 1,000 രൂപയാണ് ഈടാക്കുന്നത്. പദ്ധതിയിൽ 68 മാലിന്യ ടാങ്കറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും മാലിന്യം എത്തിക്കുന്നത് 5ഓളം ടാങ്കറുകൾ മാത്രമാണെന്ന് അധികൃതർ പറയുന്നു. ദിവസേന 2.5 ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ഇവിടെ ശേഷിയുണ്ട്. സംഭരിക്കുന്ന കക്കൂസ് മാലിന്യം ഫീസ് ഈടാക്കി സംസ്കരിക്കാൻ പ്ലാന്റിൽ സംവിധാനം ഉണ്ടാക്കണമെന്ന ആവശ്യം ടാങ്കർ ഉടമകൾ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേക ആപ്പ് വഴിയുള്ള മാലിന്യ സംഭരണം ടാങ്കർ ഉടമകൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നാണ് പരാതികൾ. ആപ്പ് വഴിയുള്ള രജിസ്ട്രേഷൻ സുഗമമാകുന്നത് വരെ ടാങ്കറുകൾ ശേഖരിക്കുന്ന മാലിന്യം സംസ്കരിച്ചാൽ തെരുവിലെ മാലിന്യ തള്ളലിന് പരിഹാരമാകുമെന്നും അവർ പറയുന്നു. ടൈം ന്യൂസ്, ചേർത്തല. SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SNDP സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. SNDP യോഗം ഓഫീസ് ജപ്തി ചെയ്ത സർക്കാർ നടപടി പിൻവലിക്കുക, മൈക്രോ ലോൺ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. വെള്ളാപ്പള്ളിക്കെതിരായ മുഴുവൻ തട്ടിപ്പ് കേസിലും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുക, ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ SNDP സംരക്ഷണ സമിതി കോർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SNDP സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് AR രാജേന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ PS രാജീവ്, സംസ്ഥാന ജനറൽ കൺവീനർ MV പരമേശ്വരൻ, അഡ്വക്കേറ്റ് PB മധുസൂദനൻ, CS നിശാന്ത് ചാരങ്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് എക്സൈസ് സംഘം ചെന്നൈയിൽ അന്വേഷണം പൂർത്തിയാക്കി. കഞ്ചാവ് കൊണ്ടുവന്നത് മലേഷ്യയിൽ നിന്നെന്ന സ്ഥിരീകരണം. ചെന്നൈയിൽ നിന്ന് എറണാകുളം വരെ കഞ്ചാവ് എത്തിച്ചത് മൂത്ത മകനെ കരുവാക്കിയെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചെന്നൈയിൽ അന്വേഷണം പൂർത്തിയാക്കി. എക്സൈസ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. നിർണായക വിവരങ്ങളും തെളിവുകളും ലഭിച്ചതായി റിപ്പോർട്ട്. കേസിലെ മുഖ്യപ്രതി സുൽത്താൻ മലേഷ്യയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് കണ്ടെത്തി. വിമാന യാത്രാ വിവരങ്ങളും അതിൻ്റെ രേഖകളും ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറിലാണ് എറണാകുളം വരെ കഞ്ചാവ് എത്തിച്ചത്. ഇതിനായി ഇയാൾ കരുവാക്കിയത് മൂത്ത മകനെയും അയാളുടെ കാമുകിയെയുമാണ്. കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവരുമായി എറണാകുളത്തേക്ക് തിരിച്ചത്. കഞ്ചാവാണ് വാഹനത്തിലെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കോയമ്പത്തൂരിലെത്തുമ്പോൾ സുൽത്താൻ്റെ ഭാര്യയും മറ്റൊരു പ്രതിയുമായ തസ്ലീമ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് എല്ലാവരും ചേർന്നാണ് എറണാകുളത്തേക്ക് തിരിച്ചത്. സാധനങ്ങൾ എറണാകുളത്ത് എത്തിച്ച ശേഷം മകനും കാമുകിയും മടങ്ങി. കാറിൽ കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവർ പറഞ്ഞത്. സുൽത്താനും തസ്ലീമയ്ക്കും 2 ആൺമക്കളും 1 മകളുമാണുള്ളതെന്ന് എക്സൈസ് പറഞ്ഞു. ഇവരുടെ മറ്റു മക്കളെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തു. മകൾ ഇവർക്കൊപ്പം ആലപ്പുഴയിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്നു. സുൽത്താന് സ്വർണ്ണ ഇടപാടുകൾ ഉണ്ടെന്നറിയാമെന്നല്ലാതെ കഞ്ചാവ് കച്ചവടത്തിൻ്റെ കാര്യം അറിയില്ലെന്നാണ് എല്ലാവരും ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. കഞ്ചാവുമായി എറണാകുളത്തെത്തിയ സുൽത്താനും തസ്ലിമയും ലോഡ്ജിൽ താമസിക്കുന്നതിനിടെ
പോലീസ് പരിശോധന ഭയന്ന് തസ്ലീമയുടെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. എന്നാൽ സുഹൃത്തിന് ഇവരുടെ ബാഗിൽ കഞ്ചാവ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ നിന്നുമാണ് ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിൽ എത്തിച്ചത്. കഞ്ചാവ് സ്വർണ്ണക്കടത്തുകൾക്ക് സുൽത്താൻ ഉപയോഗിച്ചിരുന്നത് മറ്റാളുകളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചാണെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെത്തിയ എക്സൈസ് സംഘം രേഖകളുടെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്തി ചോദ്യം ചെയ്തു. ഇവർക്കാർക്കും സുൽത്താനെ അറിയില്ല. ഇയാൾക്ക് ബാങ്ക് ഇടപാടുകൾ ഇല്ല. സഹോദരങ്ങളുടെ പേരിലാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇവർക്ക് കേസിൽ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് 2 ദിവസമായി ചെന്നൈയിൽ പോയി അന്വേഷണം നടത്തി തിരിച്ചെത്തിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. അധ്യാപക പരിശീലനം വിവിധ സ്ഥലങ്ങളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഫാഷൻ ഷോയും സൂംബ നൃത്തവുമൊക്കെ പരിശീലനത്തെ വേറിട്ടതാക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് വിവിധ ബാച്ചുകളിലായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന പരിശീലനത്തിലെ UP ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് വ്യത്യസ്തമായ പരിപാടിയുള്ളത്. അധ്യാപകർ ചിത്രശലഭങ്ങളായി വേഷമിട്ട് അല്പം സംഗീതത്തിൻ്റെ അകമ്പടിയിൽ റാമ്പിലൂടെ പരേഡ് നടത്തുന്ന ആക്ടിവിറ്റിയുണ്ട് പരിശീലനത്തിൽ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ക്രിയേറ്റിവിറ്റി, കൺസ്ട്രക്ഷൻ, കൊറിയോഗ്രാഫി, പ്രസൻറ്റേഷൻ സ്കിൽ, മൂവ്മെൻറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയവ ഇതിലൂടെ കുട്ടികളെ പഠിപ്പിക്കും. ഒപ്പം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉറപ്പാക്കും. സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന പരിപാടികളിൽ വിദ്യാർത്ഥികൾ ഇവ അവതരിപ്പിക്കും. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് സൂംബ നൃത്തം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ മാനസിക ശാരീരിക സമ്മർദ്ദം കുറച്ച് ഫിറ്റ്നസ്സും മാനസിക ഉല്ലാസവും നിലനിർത്തുകയാണ് സൂംബ നൃത്ത പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചേർത്തല BPC മേരി ദയ പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല BRC ഒരു 7 കേന്ദ്രങ്ങളിലായിട്ട് അവധിക്കാല അധ്യാപക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 18 വിഷയങ്ങളിലുള്ള പരിശീലനമാണ് ആദ്യ സ്പെല്ലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ചേർത്തല സെൻറ് മേരീസ് സ്കൂൾ കേന്ദ്രീകരിച്ച് UP ഇംഗ്ലീഷ്, UP മലയാളം, HS ബയോളജി ഇങ്ങനെ 3 വിഷയങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ലാംഗ്വേജ് എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും അടിസ്ഥാന ഘടകം എന്നുള്ളത്. നാം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന സൂംബ ഡാൻസ്, ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഷോ പോലെയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതായത് ത്രൂ എക്സ്പീരിയൻസ് ലേണിംഗ് പ്രോസസ്സിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്, ഒരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അതായത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സൂംബ ഡാൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലയിലെ പരിശീലനത്തിന് PR വിദ്യാകുമാരി, S റീന ബീഗം, P നമിത തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ലഹരി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയിലുള്ള ക്ലാസ്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള പരിശീലനങ്ങൾ തുടങ്ങിയവയും അധ്യാപക പരിശീലനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. ജനശ്രീ മിഷൻ ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷികാഘോഷവും ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചു. ചേർത്തല അഞ്ജലി ഹോം കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ചെയർമാൻ KK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ 19ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചേർത്തല ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് നടന്നു. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ചേർത്തല അഞ്ജലി ഹോം കൺവെൻഷൻ സെന്ററിൽ നടന്ന ഏകദിന ക്യാമ്പ് ജില്ലാ ചെയർമാൻ KK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ജാതി തിരിച്ചുള്ള രാഷ്ട്രത്തെ സേവിക്കുന്ന സമ്പ്രദായം വളരെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുക. അതില്ലാതെ സർവമതസ്ഥർക്കും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പങ്കെടുക്കാൻ കഴിയുന്ന ഏക സ്വാശ്രയ സംഘടന എന്ന് പറയുന്നത് ജനശ്രീ മിഷൻ. ആ ജനശ്രീ മിഷന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സുകളിൽ അത്യാവശ്യം നമുക്ക് ഈ സമൂഹത്തോടും ഈ രാജ്യത്തോടും ഈ നാടിനോടും ഒക്കെ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ
നമ്മളാൽ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. ചേർത്തല ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ PO ബാബു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജനശ്രീ സംഘ രൂപീകരണവും ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്ന വിഷയത്തിൽ ജനശ്രീ കേന്ദ്ര സമിതി അംഗം AM കബീർ ക്ലാസ് നയിച്ചു. ജനശ്രീ മൈക്രോ ഫിൻ ലിമിറ്റഡ് ആലപ്പുഴ ജനശ്രീ മ്യൂച്വൽ ബെനിഫിറ്റ് ട്രസ്റ്റ് പദ്ധതികളും നടത്തിപ്പും എന്ന വിഷയത്തിൽ ജനശ്രീ കേന്ദ്ര സമിതി അംഗം ഷാ ജോർജ ക്ലാസ് നയിച്ചു. ജില്ലാ സെക്രട്ടറി ബേബി കമലം, CEO ജില്ലാ ട്രഷറർ V രാജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിവിധ വിഷയങ്ങളിൽ ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ KS, അരൂർ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ ജോബിച്ചൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ PP സുരേഷ്, ജില്ലാ കമ്മിറ്റി മെമ്പർ G സുരേഷ് ബാബു, വിവിധ മണ്ഡലം സഭാ ചെയർമാൻമാരായ M രമേശ്, V അനിൽകുമാർ, ജോമോൻ ജോസഫ്, KN അഗസ്റ്റിൻ, K അബ്ദുൽ ബഷീർ, R മുരളി, ജയലേഖ, TA ബേബിച്ചൻ, B രാജേഷ്, KS രാജു, പ്രദീപ് തുടങ്ങിയവർ ക്യാമ്പിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചേർത്തല ബ്ലോക്ക് യൂണിയൻ ട്രഷറർ ശ്രീലേഖ നായർ കൃതജ്ഞതയും ചേർത്തല ബ്ലോക്ക് യൂണിയൻ സെക്രട്ടറി K ദേവരാജൻ പിള്ള സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. എഴുപുന്ന കണ്ണന്തറ ക്ഷേത്രത്തിലെ തിരുവാഭരണത്തിൽ നിന്ന് കണ്ണികൾ മോഷ്ടിച്ച ശാന്തികാരൻ അരൂർ പോലീസിൻ്റെ പിടിയിലായി. എഴുപുന്ന സ്വദേശി 34 വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത്. എഴുപുന്ന തെക്ക് വളപ്പനാടി നികർത്തിൽ 34 വയസ്സുള്ള വിഷ്ണുവിനെയാണ് അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെ താൽക്കാലിക ശാന്തിക്കാരനായിരുന്നു വിഷ്ണു. വിഷുദിനത്തിലും ഇടവമാസം 1-ാം തീയതിയും മാത്രമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ജോലിക്കായി എത്തിയത്. ഈ 2 ദിവസങ്ങളിലും 2 വിഗ്രഹങ്ങളിലായി ചാർത്തിയിരുന്ന മാലയിൽ നിന്നും കണ്ണികൾ അടർത്തി മാറ്റി ബാക്കി ഭാഗം നൂലുകൊണ്ട് കെട്ടി യോജിപ്പിച്ച് വിഗ്രഹത്തിൽ തന്നെ ചാർത്തുകയായിരുന്നു. പൂജകൾക്ക് ശേഷം തിരുവാഭരണം തിരികെ നൽകിയപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് സംശയം. ഇവർ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണു പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ മോഷണം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. എരമല്ലൂരിലെയും ചാവടിയിലെയും സ്വർണ്ണാഭരണശാലകളിൽ വിറ്റ തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു. 2014 മുതൽ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മാല പൊട്ടിക്കൽ കേസും നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ടൈം ന്യൂസ്, അരൂർ. ചേർത്തല കലാനികേതൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. നടനവർഷിണി 2025 എന്ന പേരിലാണ് സുവർണ്ണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 പതിറ്റാണ്ടുകളായി ചേർത്തലയിൽ നിറസാന്നിധ്യമായി കലാലോകത്ത് പ്രവർത്തിക്കുന്ന ചേർത്തല കലാനികേതൻ എന്ന ഈ ഡാൻസ് സ്കൂള് അത് ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ വർഷമായി ചേർത്തലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ലതാ ഗോപിനാഥിൻ്റെയും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കലാനികേതൻ എന്ന ഈ ഡാൻസ് സ്കൂൾ. അത് 60 വർഷത്തോളമായിട്ടുണ്ട് ഈ സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിൻ്റെ ഒരു സുവർണ്ണ ജൂബിലി ആഘോഷം നടത്തണമെന്ന് ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുടെയും ഒരു ആഗ്രഹപ്രകാരം ഈ മാസം മെയ് 18-ാം തീയതി ഞായറാഴ്ച ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെയും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാം കൂടി ഒരു കലാമാമാങ്കം തന്നെ നടത്തിക്കൊണ്ട് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു കലാപരിപാടികളോടുകൂടി ഈ സുവർണ്ണ ജൂബിലി ആഘോഷം ഒരു വൻപിച്ച രീതിയിൽ നടത്തുവാനാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലാണ്. അത് ചെയ്യുന്നത് സാതിരുന്നാൾ ഗവൺമെൻറ് കോളേജിലെ സംഗീത കോളേജിലെ നൃത്ത വിഭാഗത്തിൻ്റെ മേധാവി ശ്രീമതി പ്രൊഫസർ S ലേഖ തങ്കച്ചി അവറുകളാണ്. തുടർന്ന് കുട്ടികളുടെ പരിപാടികളും തുടരുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് കലാ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ അവറുകളാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ TS അജയകുമാർ, പ്രതിപക്ഷ നേതാവ് ശ്രീ ഉണ്ണികൃഷ്ണൻ, പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ, സിനിമാ നടിയായ ഗായത്രി അരുൺ, ചേർത്തല ജയൻ, വാർഡ് കൗൺസിലർ ശ്രീമതി രാജശ്രീ ജ്യോതിഷ്, കാതികനും പ്രഭാഷകനുമായ മുതുകളം സോമനാഥ്, സാറിൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥി കൂടിയായ ശ്രീ P ജ്യോതിസ്, സുദർശനൻ B ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. 9:30 തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ ഗവൺമെൻറ് സംഗീത കോളേജ് നൃത്ത വിഭാഗം മുൻ മേധാവി S ലേഖ തങ്കച്ചി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്ത പരിപാടികൾ
2-ന് ഓട്ടംതുള്ളൽ, തുടർന്ന് മോഹിനിയാട്ടം. വൈകിട്ട് 3-ന് മന്ത്രി പി പ്രസാദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ അധ്യക്ഷയാകും. 50 വർഷമായി നാട്യകലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ലതാ ഗോപിനാഥിനെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കലാവിരുന്നും നടക്കുമെന്ന് കലാനികേതൻ സ്ഥാപകരായ ലതാ ഗോപിനാഥ്, പ്രസിഡന്റ് RLV ഓംകാർ, സെക്രട്ടറി P മുരളീധരൻ നായർ എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വയലാർ പഞ്ചായത്തിലെ വള്ളതലയിൽ കുടിവെള്ള പൈപ്പിൻ്റെ ചോർച്ച പരിഹരിക്കാൻ നടപടിയാവുന്നു. മെയ് 19 തിങ്കളാഴ്ച പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. 3 ദിവസം മെയ് 21 വരെ വയലാർ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ചേർത്തല വയലാർ വള്ളതലയിൽ കുടിവെള്ള പൈപ്പിലുണ്ടായ ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരവുമായി ജല അതോറിറ്റിയുടെ ഇടപെടൽ. കുഴൽ പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചാണ് ചോർച്ചയ്ക്ക് പരിഹാരം കാണുന്നത്. മെയ് 19-ന് കുഴലുകൾ മാറ്റുന്ന പ്രവൃത്തികൾ തുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നതിനൊപ്പം പ്രദേശത്ത് വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ട് ദുരിതത്തിന് ഇടയാക്കിയ ചോർച്ചയെക്കുറിച്ച് വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരവും നടത്തി. 5 മാസമായി കുഴലിലെ ചോർച്ച മൂലം വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു. താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. പണമില്ലെന്ന കാരണത്താലാണ് പൈപ്പ് മാറ്റം നടത്താതിരുന്നത്. ഇടപെടലുകൾ ശക്തമായതോടെ പൈപ്പ് മാറ്റലിന് ജല അതോറിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. വള്ളതലയിൽ ചോർച്ചയുണ്ടായ ഭാഗത്തെ കുഴൽ മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മെയ് 19 മുതൽ 21 വരെ വയലാർ പഞ്ചായത്തിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ചെറുവാരണം ഉണിക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാല മഹോത്സവവും ഭക്തിസാന്ദ്രം. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭാഹരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചേർത്തല ചെറുവാരണം വള്ളാട്ട് ശ്രീ ഉണ്ണിക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാവാർഷികവും പൊങ്കാലയും നടന്നു. രാവിലെ 8-ന് പ്രതിഷ്ഠാവാർഷിക ചടങ്ങ്. 9:15-ന് കായംകുളം MLA അഡ്വക്കേറ്റ് U പ്രതിഭാഹരി പൊങ്കാല സമർപ്പണം നടത്തി. ഇന്ന് ഈ വള്ളാട്ടമ്മയുടെ നടയിൽ വളരെ പരിശുദ്ധമായ പരിപാവനമായ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ലോകം, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും ആലോചിക്കുമായിരുന്നു, നമ്മളൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ക്രിമിനൽ വാസനകളിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നുണ്ട്. അത് വല്ലാത്തൊരു വേദനയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഒരു മാതാക്കൾക്ക്, പിതാക്കന്മാർക്ക് വിഷമമില്ലെന്നല്ല, പക്ഷേ പ്രത്യേകിച്ച് മാതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഹൃദയം വേദനിക്കുന്നത്. നമ്മൾ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും കാണുകയാണ്. മനുഷ്യനെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും ഒരു മടി. നർത്തകിയും ചലച്ചിത്രതാരവും അധ്യാപികയുമായ സരിക ശ്രീകുമാർ പൊങ്കാലടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി CS പവിത്രൻ ശാന്തികളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ പൊങ്കാലടുപ്പിലേക്ക് അഗ്നി പകർന്നു. പൊങ്കാലയ്ക്ക് ശേഷം സർപ്പംപാട്ടും നടന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രക്ഷാധികാരി V അരവിന്ദൻ പൂങ്കാവ, സെക്രട്ടറി R ഷീബൻ കളത്തിൽ, പ്രസിഡന്റ് VK തിലകൻ വല്യച്ചിറ, ജോയിന്റ് സെക്രട്ടറി MC ശശികുമാർ നേതാജി, മാനേജർ EK കമലാസനൻ നിടയാടി, ഖജാൻജി VV ചന്ദ്രൻ വള്ളാട്ട തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടനാട്ടിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് നടപടികൾ ആരംഭിച്ചു. ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണവും മൂലം പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നാണ് നെല്ലെടുക്കുന്നത്. ഓയിൽ പാം ഇന്ത്യ മുഖേനയാണ് നെല്ല് സംഭരിക്കുന്നത്. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. കളിക്കാം, കരുത്ത് നേടാം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ യാത്രയിൽ കായിക മന്ത്രി അബ്ദുറഹ്മാനും പങ്കെടുത്തു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാരെന്ന് കായിക മന്ത്രി P അബ്ദുറഹ്മാൻ. അന്തിമ തീരുമാനത്തിനായി അടുത്തയാഴ്ച വരെ കാത്തിരിക്കാമെന്നും അബ്ദുറഹ്മാൻ. ആലപ്പുഴ എടത്വ തലവടിയിൽ PG രഘു മരിച്ചത് കോളറ മൂലമല്ലെന്ന് സ്ഥിരീകരണം. മരിച്ചതിന് ശേഷമാണ് മലം പരിശോധനാ ഫലം പുറത്തുവന്നത്. രക്തപരിശോധനയിൽ കോളറയാണെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് ആദരമർപ്പിച്ച് ആലപ്പുഴയിൽ BJPയുടെ ത്രിവർണ്ണ സ്വാഭിമാൻ യാത്ര.
നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചത്. ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് തുടരുന്നു. ചേർത്തലയിലെ 7.5 കോടിയുടെ സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യ ടാങ്കർ എത്തുന്നില്ല. അധികൃതർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.